Good morning, everyone. Welcome to Advanced Mobile Counseling Center. ആക്ച്വലി ഇന്ന് ഞാനൊരു കേസ് സ്റ്റഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഒരു ക്ലൈൻറ്റ് നമ്മളുടെ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഓൺലൈൻ കൗൺസിലിംഗ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മുടെ ഒരു കൗൺസിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളുമായിട്ട് കൗൺസിലിംഗ് ആദ്യത്തെ സെഷനും വേണ്ടി വന്നു. അപ്പോൾ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചിട്ട്, അതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചിട്ടാണ് വന്നത്. ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ആങ്കർ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇമോഷണലി ബെഡ് റിഡൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. എബവ് 40s ആയിട്ടുണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മാരീഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൻ ഒരുപാട് നെഗറ്റീവ് ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ ഒരാളാണ്. അതായത് സാധാരണയായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് അവരനുഭവിച്ച ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവരെ ഒരു ഡിപ്രഷൻ എപ്പിസോഡിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം എല്ലാതും, അതായത് ഡിപ്രഷൻ എപ്പിസോഡിലോട്ട് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഇവർ കടന്നു പോയിട്ടുണ്ട്. അതായത് പിന്നെ അതായത് ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസ് ആയിരുന്നു. ആൻഡ് ഷി വാസ് കമ്മിങ് ഫ്രം എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. അതായത് എപ്പോഴും ഫൈറ്റും പിന്നെ പ്രോബ്ലംസും ഒക്കെ ആയിട്ട് വളരെയധികം എപ്പോഴും ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. എപ്പോഴും ഭയമായിരുന്നു. അച്ഛനും അമ്മയും എപ്പോഴും ഫൈറ്റും, പിന്നെ അബ്യൂസീവ് ആയിട്ടുള്ള ഫാദറും, ആൽക്കഹോളിസവും ഗാംബ്ലിങ്ങും, അതുപോലെ തന്നെ പിന്നീട് അപ്പം അങ്ങനെ വളരെ ഒരു ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഭയത്തിൻ്റെ നിഴലിലല്ലാണ്ട് അവർ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള പീപ്പിൾ പ്ലീസിങ് പ്രൊസീജിയറിലോട്ട് ആളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നത്. എല്ലാവരെയും ഹാപ്പി ആക്കണം. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവരിൽ എപ്പോഴും ഒരു അഡൾട്ടായിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവരിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക, അതായത് തനിക്ക് കിട്ടാത്ത ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നത് അവരങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരു മുതിർന്ന ആളുടെ, അതായത് അവരുടെ റൈറ്റ് ഏജിന്റെ ബിഹേവിയർ കാണിക്കാൻ പറ്റാതെ എന്നും ഒരു മുതിർന്ന ആളുകളുടെ ബിഹേവിയർ കാണിക്കേണ്ട ഒരു അവസ്ഥ അവരിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും കോളേജിലൊക്കെ നിക്നെയിം ഒക്കെ വീണത് അവർ പറയുന്നത് പിന്നെ മുത്തശ്ശിയാണ് എന്നുള്ളൊക്കെ ഓരോ കോൺസെപ്റ്റാണ് അവർക്ക്. ഗ്രാജ്വലി അവർക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടായിട്ട് അവർക്ക് കൊടുത്തിരുന്ന ഒരു പേര്, ഈ കാലഘട്ടത്തിലൊന്നും ജനിക്കേണ്ട ആളല്ല നീ എന്നൊക്കെ പറയും. കാരണം അവരുടെ മൂല്യങ്ങളൊക്കെ ആ തരത്തിൽ ഹയർ ആയിരുന്നു. അത്രയും പീപ്പിൾ പ്ലീസിങ്, വാല്യൂ ഓറിയന്റഡ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് അവർ വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത സന്തതിയായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വേണം, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു ഫീലിങ്ങോടെയാണ് ചെറുപ്പം മുതലേ അവർ വളർന്നു വന്നത്. അങ്ങനെ ഒരുപാട് അവരുടെ കേസ് ഹിസ്റ്ററി, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെ എടുക്കുമ്പം നമ്മൾ തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത്രയ്ക്കും ഹെവി ലോഡഡ് തിങ്സ് ആണ്. അവർക്ക് സെക്ഷൽ അസൾട്ട്, കുടുംബത്തിൽ നിന്ന് തന്നെ സെക്ഷൽ അസൾട്ട്, ഫാമിലി മെമ്പറിൽ എന്നുള്ള 2 വ്യക്തികളിൽ നിന്ന് അവർക്ക് അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സെക്ഷലി ഷീ വാസന്റ് പിന്നെ എന്താ പറയാ, സേഫ് എന്നുള്ളത്. സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ കൊണ്ട് തന്നെ തറവാട് വീടുകളിലോട്ട് നിർത്തുകയും അവിടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും ഫിയർ ആണ് അവർക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരെത്തി നിൽക്കുന്നത് ഒരു വല്ലാത്തൊരു ഒബീസിറ്റി ലെവലാണ്. അത്രയും കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരുപാട് പിന്നീട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ കല്യാണവും ഒക്കെ കഴിഞ്ഞത്. പിന്നീട് വീണ്ടും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് ദാറ്റ് വാസിന്റ് എ ഡെലിബറേറ്റ് തിങ് എന്നാണ് അവർ പറഞ്ഞത്. ബിക്കോസ് ഓഫ് ദ ലൈഫ് സിറ്റുവേഷൻ അവരും ഇമോഷണലി അൺഅവൈലബിൾ ആയി. അപ്പം അതുവരെ ജീവിച്ചിരുന്നത് എന്താണ്, അവർക്ക് കല്യാണം കഴിയുന്നു, അവർക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നു, അവർക്ക് ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് അവർ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയും ടീച്ചേഴ്സിൻ്റെയും പിന്നെ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹെൽപ്പ് കൊടുക്കാനെ കൂടി അവരങ്ങനെ തുഴഞ്ഞ് അവരുടെ ലൈഫിലെ തുഴഞ്ഞ് നീങ്ങുകയായിരുന്നു ബേസിക്കലി. പക്ഷേ എങ്കിൽ
കല്യാണം കഴിഞ്ഞോതിൽക്കന്നെ കൂടി അവരുടെ എല്ലാ വാതായനങ്ങളും അടയുകയാണ്. കാരണം നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഹസ്ബൻഡിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നത് അവരുടെ മോറൽസ് വാല്യൂമായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഷീ വാസ് ട്രൈങ് ടു ഷോ ഓഫ് എ കൈൻഡ് ഓഫ് ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ എന്നാണ് പറഞ്ഞത്. But emotionally she was struggling. Sexually also she was not getting what she was looking for. അതായത് സെക്ഷൽ ഇതിനോട് ലൈഫിനോടൊന്നും താല്പര്യമില്ലാത്തൊരു പാർട്ട്ണർ ആയിരുന്നു. ബിക്കോസ് ഹി വാസ് എ കൈൻഡ് ഓഫ് വർക്കഹോളിക് എന്നുള്ളതും, അതുപോലെ തന്നെ വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആളായതുകൊണ്ടും ഷി വാസ് ലുക്കിംഗ് ഫോർ സം ഇമോഷണൽ കണക്ഷൻ. അതൊന്നും കിട്ടാതെ മൊത്തം ഒരു ഇമോഷണലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലോട്ടാണ് കല്യാണം കഴിഞ്ഞു പോയത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഷീ നോസ് ദാറ്റ് ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഡെലിബറേറ്റ്ലി, ബട്ട് ദാറ്റ്സ് ദ നേച്ചർ. അവരുടെ സ്റ്റൈൽ ഓഫ് കണക്ഷൻ, ഓരോരുത്തർക്കും ഓരോ കണക്ഷൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ടല്ലോ. അവരുടെ ഈ ക്ലയന്റിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പക്ഷേ ഷീ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് എൽസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വന്ന ഒരു ട്രോമാറ്റിക്, ഷി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. ബിക്കോസ് ചെറുപ്പത്തിലും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളായിരുന്നു. എല്ലാ പ്രോബ്ലംസും, ഭയാനകമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഒറ്റയ്ക്ക് തരണം ചെയ്ത് ഒരു താങ്ങും തണലുമായിട്ട് വരാൻ പറ്റുന്ന ഒരാളെ അടുത്ത് എത്തി എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അവിടെയും ഈ ഒരു ഇത് വന്നത്. അതായത് ഫിസിക്കൽ ഇന്റിമസി ഇല്ല, അതുപോലെ തന്നെ പിന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആണ്. ഹി ഹി വാസ് മോർ ഇൻ ടു വർക്ക്. ഒരാള് ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ ഹസ്ബൻഡ് വർക്കഹോളിക് ആയിരുന്നു. യു സി, ദാറ്റ്സ് വൺ ഓഫ് ദ ട്രോമ സൈഡ് ഓഫ് ദാറ്റ് ക്ലയന്റ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഞാൻ ഈ പറയുന്ന പോലെയല്ല, അവർ ആ സമയത്ത് പറയുന്ന എക്സ്പ്രഷൻസും സങ്കടവും പ്രയാസങ്ങളും അവരുടെ ഗ്യാസ്പിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ടു മച്ച് ഫോർ എ കൗൺസിലർ, ഫോർ എ തെറാപ്പിസ്റ്റ് ടു ഓക്യുപ്പൈ ഓൾ ദോസ് ഇമോഷൻസ്. ലൈക്ക് ഇടയ്ക്ക് നമ്മൾക്ക് തന്നെ ബ്രേക്ക് എടുക്കേണ്ടി ആ സ്റ്റോറീസ് അങ്ങനെ നറേറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അത്രയ്ക്കും ഹെവി ആയിരുന്നു. ഹെവിലി ലോഡഡ് വിത്ത് ഫിയർ, കൺഫ്യൂഷൻ, സ്ട്രെസ്, ടെൻഷൻ എന്നുള്ളതൊക്കെയാണ്. പിന്നെ ആൾക്കാരുടെ കുത്തുവാക്കുകൾ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് എന്നുള്ളത്. കാരണം സെക്ഷൽ ഇന്റിമസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗെറ്റിംഗ് പ്രഗ്നന്റ് ഈസ് അനദർ ചാലഞ്ച് ഫോർ ഹെർ. അപ്പം അതിൽ പ്രശ്നം, അതിൻ്റെ ഇടയിൽ സമൂഹത്തിന്റെ പ്രഷർ ടു ഗോ ഫോർ എ ജോബ്. ആക്ച്വലി പഠിച്ച കുട്ടിയായതുകൊണ്ട് ജോബ് എടുക്കണം എന്നുള്ള പ്രഷർ. പിന്നെ ടോട്ടലി അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ വീട്ടുകാർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നാട്ടിൻ പുറത്തോട്ട് കല്യാണം കഴിച്ച് വിട്ടുകൊടുക്കുന്ന കൂടി അവിടുത്തെ ആൾക്കാരുടെ ഇന്റർഫിയറൻസ് വാസ് ടു മച്ച് ഫോർ ഹെർ ടു ഹാൻഡിൽ. ആൻഡ് സ്ലീപ്പ് ഡിപ്രവേഷൻ വരേണ്ട, ചെറുപ്പത്തിലും സ്ലീപ്പ് ഡിപ്രവേഷൻ അനുഭവിച്ച ആളാണ്. ബിക്കോസ് ഓഫ് ദ ആൽക്കഹോളിക് നേച്ചർ ഓഫ് ദ ഫാദർ ആൻഡ് അതർ പ്രോബ്ലംസ്. പിന്നെ പഠനത്തിന്റെ സ്ട്രെസ്, പഠിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത് അവളുടെ മുകളിൽ ഒരു വലിയൊരു ബേർഡൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് പാരന്റിങ്ങിലും കുറെ സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് അടിയും ഇല്ലേ, നമ്മൾ അറിയാം പാരന്റിങ്ങിൽ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് അല്ലെ. എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് എക്സ്പെക്ടേഷൻ കൂടുതൽ ഉള്ള ഒരു ഫാമിലിയിൽ പിന്നെ വീക്കായിട്ടുള്ള ഒരു സോൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താണ്, അവർക്ക് മാത്തമാറ്റിക്കൽ ഡിസ്കാലിക്കുലിയ പോലെ പ്രോബ്ലം ഉണ്ടാകും. മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വിൽ എഫക്ട് ദ മാർക്ക്. പിന്നെ പഠിക്കാൻ അങ്ങനെ സ്കൂളത്തെയും കുറേ കാര്യങ്ങൾ ഇവർ പറയുകയുണ്ടായി. അതായത് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അടിക്കാറുള്ള കാര്യം, അതായത് വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോയി ഉറങ്ങി വീഴും. അപ്പം അത് ഒരു ക്രിസ്ത്യൻ കൈൻഡ് ഓഫ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് ടീച്ചർ അടിക്കുന്ന ഒരു ഓർമ്മയൊക്കെ പങ്കുവെച്ച് അതൊക്കെ കേട്ടപ്പോഴും നമ്മളതിങ്ങനെ കണ്ണുകൊണ്ട് കാണുമായിരുന്നു. നമുക്കത് ശരിക്കും ആ ഒരു അവരുടെ പെയിൻ ഫീൽ ചെയ്യാന്നുണ്ടായിരുന്നു. The way she was expressing all that with her facial expressions, she is still feeling that pain. അപ്പം ടീച്ചറെയും കുറ്റപ്പെടുത്താൻ ആൾ ഇപ്പോഴും തയ്യാറല്ല. ബിക്കോസ് ഇന്ന് അവരൊരു ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു ടീച്ചർ ഇസ് നോട്ട് ഗോയിങ് ടു. പക്ഷേ ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തായിരിക്കണം എന്നുള്ളത് ആള് പഠിക്കുകയുണ്ടായി. അതായത് ഒരു കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ ഉറങ്ങി തൂങ്ങുകയാണെങ്കിൽ ആ കുട്ടി ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് കൺസോൾ ചെയ്ത്, ഒരു ടീച്ചറിലും ഒരു കൗൺസിലർ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കി ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് എനിക്കും അത് ശരിക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു. അപ്പം
ഇവിടെയൊക്കെ നമ്മൾ അവരുടെ ആ ഒരു പെയിൻ, ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് വന്നതാണ്. അപ്പം പിന്നീട് കുട്ടികളാവാത്ത അവസ്ഥയിലോട്ട് പോകേണ്ടി വന്നു ലൈഫ്. അങ്ങനെ അവര് പലതരത്തിലൂടെ അവസാനം വർഷങ്ങളോളം അങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് പിന്നീട് അവർ എത്തിപ്പെടുന്നത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഒരാൾ പുറമേ നിന്ന് വരികയാണ്. അവരുടെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ വേണ്ടി കുടുംബത്തിൽ, അതായത് ഒരു ഡിപ്രഷൻ എപ്പിസോഡിന്റെ തുടക്കമായപ്പോഴേക്കും എൻ്റെ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ഒരു ബ്രേവറി ഒക്കെ എടുത്ത ആൾ കുടുംബത്തിലെ ഒരാളുമായിട്ട് പിന്നെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ തയ്യാറാവുകയും, അങ്ങനെ സംസാരിച്ച് ഈ വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അയാള് ഈ ഈ ഒരു ക്ലയന്റിനോട് കാണിക്കുകയും, അങ്ങനെ അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു ക്ലയന്റ് ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുകയും അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ സംഭവിക്കുകയായി. അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവരുടെ മോറൽ വാല്യൂസ് അവർ താഴ്ന്ന് വീഴുകയും, അങ്ങനെ അവർക്ക് അവരോട് തന്നെ വല്ലാത്തൊരു, അതുവരെ അവർ സെൽഫ് റെസ്പെക്റ്റിലായിരുന്നു ജീവിച്ചിരുന്നത്. അത് കോളേജ് എപ്പോഴും അഭിമാനപൂർവ്വം അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്ട് എന്നുള്ളത്. സെൽഫ് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ടാണ്. കാരണം കോളേജിലായാലും എവിടെയായാലും ഒരു പ്രണയത്തിന് പോലും പലരും അപ്രോച്ച് ചെയ്യുമ്പോഴും അതിലോട്ടൊന്നും ഒരു തമാശയ്ക്ക് പോലും അതിലോട്ടൊരു ഒരു താല്പര്യം കൊടുക്കാണ്ട് അവരെ കാത്തു സൂക്ഷിച്ച്, സ്വന്തം പാരന്റ്സിന് ഒരു ചീത്തപ്പേര് വരരുത്, കുടുംബത്തിന് ഒരു ചീത്തപ്പേര് വരരുത് എന്ന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു ഉയർന്നു വന്ന ഒരാള് ഇവിടെ ഈ ഒരു പ്രത്യേക ഇത്രയും ഒരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂല്യച്യുതി സംഭവിച്ചത് അവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു പ്രയാസം അനുഭവിക്കുകയും, അവിടെയാണ് അവരുടെ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ ട്രോമാറ്റിക്സ് എല്ലാം പാടെ കൂടി അവരുടെ ലൈഫിൽ ആഞ്ഞടിക്കുകയും, എബവ് 40 ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ അറിയാം, ഒരാളിൽ സൈക്കോളജിക്കലായിട്ട് അവരുടെ പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സും ഇവരുടെ കേസ് ഹിസ്റ്ററി നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഫാദറിൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കേസ് ഹിസ്റ്ററി നോക്കുമ്പോൾ വേറെ കുറെ കുടുംബ ബന്ധങ്ങളിൽ ഇവർക്ക് ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഒരു ജനറ്റിക് ഫാക്ടർ ഓൾറെഡി അവരുടെ ജീനിൽ കടന്ന് കളിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തോട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണവും ഒക്കെ ആയിട്ട് ആഞ്ഞടിച്ചത് അവരുടെ ആഫ്റ്റർ 40s അങ്ങനെ അവർ ഒരു വല്ലാത്തൊരു ഇമോഷണലി ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുകയും, ആ ഒരു അവസ്ഥയിലാണ് അവർ നമ്മളെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പം ഇത് ഈ പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയല്ല നമ്മൾക്കത് കേട്ടിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ. പക്ഷെ അവരുടെ ആ ഒരു തിരിച്ചറിവ്, അവർക്ക് ഹെൽപ്പ് വേണം എന്നുള്ള ഒരു തിരിച്ചറിവ്, അവർ സ്വന്തത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് വേറെ അവരുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിനായാലും അവര് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല, അത് എന്തോ ഒരു വേറെ വട്ട് കേസുകൾക്കുള്ളതാണ്, നോ യു ഷുഡിൻ ഗോ ഫോർ കൗൺസിലിംഗ് ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തേലോട്ടൊന്നും പോകാൻ പറ്റില്ല എന്ന് അവരോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുകയും, ഇനി കൗൺസിലിംഗ് പോകണമെങ്കിൽ തന്നെ നിന്റെ പാരന്റ്സിന്റെ സമ്മതം വേണം. പാരന്റ്സിന്റെ സമ്മതം കിട്ടിയാലേ നിനക്കത്, അതായത് കല്യാണം കഴിഞ്ഞൊരു കുട്ടിക്കും പാരന്റ്സിന്റെ സമ്മതം വേണം. അത്രയും ട്രഡീഷണലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി കോൺസെപ്റ്റ് ആണുള്ളത്. അതായത് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അവരുടെ പാരന്റ്സ് സമ്മതം തരണം. അപ്പം എന്താണ് ഹസ്ബൻഡ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് ഈ കൗൺസിലിങ്ങിലൂടെയോ മെഡിക്കേഷനിലൂടെയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസ്പോൺസിബിൾ ആവും, ഐ ഷുഡ് ബി സേഫ് എന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക്, രണ്ടുപേര് വ്യക്തികളാണ്, അവർക്ക് എടുക്കാവുന്ന ഡിസിഷനേ ഉള്ളൂ, അതിന് അവരുടെ പാരന്റ്സിന്റെ സമ്മതമൊന്നും വേണ്ട. പക്ഷെ സംവാട്ട് ദിസ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഓൾറെഡി ഇമോഷണലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ഒരു ചിന്താധാര അങ്ങനെയായിരുന്നു. ഓക്കെ, ഐ ഷുഡ് ബി സേഫ് എന്നുള്ളൊരു, അല്ലെങ്കിൽ അതിനൊരു പെർസ്പെക്റ്റീവില്ല, അതിനൊരു അടിസ്ഥാനമില്ല. എൻ്റെ ഭാര്യ ഇമോഷണലി ബെഡ് റിഡൺ ആണ്, ആള് കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ മാസങ്ങളോളം ആഴ്ചകളോളം കുളിക്കാൻ പറ്റാണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്, 24/7 കരഞ്ഞുകൊണ്ട് ആങ്കർ ഔട്ട് ബേസ്റ്റുകൾ നടത്തി, ഡ്രസ്സുകളൊക്കെ വലിച്ചൂരി കീറിപ്പറഞ്ഞ്, പിന്നെ ഇമോഷണലി ഔട്ട് ബേസ്റ്റ് നടത്തി, പിന്നെ ബോധം കെട്ട് അവസാനം കുഴഞ്ഞു വീഴുക, ഇങ്ങനത്തെ ലെവലിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലെങ്കിലും അവർക്കൊരു കൗൺസിലിങ്ങിന് പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിലെ ഭയപ്പെടുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ, ഈവൺ അവരുടെ ഒരു റിലീജിയസ് ഫെയ്ത്ത് പ്രകാരം ഇവർക്ക് എന്തോ മെറ്റാഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടോ,
അല്ലെങ്കിൽ ഇത് പറയല്ലോ എന്താ പറയാ ജിന്ന് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുമാണ് എന്ന് വിശ്വസിക്കുകയടക്കം ചെയ്തു. അതായിരിക്കാം റീസൺ എന്നുള്ള രീതിയിൽ മെറ്റഫിസിക്കൽ ഇഷ്യൂസിലോട്ട്, അതായത് വല്ല നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ മറ്റുള്ള ജിന്ന് മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാമെന്ന് ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ ഇടയിലും ആ ഒരു തോട്ടിൽ മാത്രം ഒതുങ്ങിക്കടന്നു അതാണ് ഈ ഒരു പ്രശ്നം കുറച്ചും കൂടി സങ്കീർണമായി പോവാനും അനുഭവിക്കാനും, അതും ഇവർക്കൊരു ഭയമായി, ക്ലയന്റിനൊരു ഭയമായി, എനിക്കിനി അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ, അതായത് ഇവർ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ്, ഓൾറെഡി സ്ട്രഗ്ലിംഗ് ആണ്, അതിന്റെ പുറമെ അവർക്ക് ഈ ഒരു പ്രശ്നം കൂടി അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വരിക. പക്ഷേ സംഹൗ ഷി ഗോട്ട് എ സ്ട്രെങ്ത് ദാറ്റ് ഷീ സ്റ്റുഡ് ഫോർ ഹെർ. വളരെ ബോൾഡായിട്ട് അവര് ആ കിടന്ന കിടപ്പിൽ പറഞ്ഞു. അവർക്ക് ആകെ വിരലുകൾ അനക്കാനും കരയാനും അട്ടഹസിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അവര് മൊബൈൽ എടുത്ത് അവര് തന്നെ പിന്നെ സ്ക്രോൾ ചെയ്ത് കണ്ടെത്തി നമ്മുടെ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സെന്റർ കാണും. കാരണം ഫിസിക്കലി പോവുക എന്നുള്ളത് ദാറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹർ. സോ ഷീ കെയിം ഫോർ ഓൺലൈൻ കൗൺസിലിംഗ് ആൻഡ് അങ്ങനെയാണ് ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുന്നത്. അപ്പം ആ സമയത്ത് അവര് അതിന്റെ മുന്നോടിയായിട്ട് പാരന്റ്സിനോട് പറയണം, എന്നാലേ പാരന്റ്സിന്റെ പെർമിഷൻ കിട്ടാണ്ട് ഞാൻ എടുക്കില്ല എന്നുള്ള ഹസ്ബൻഡിനോട് അവർ പറഞ്ഞു, നിങ്ങൾ അവരോട് പറഞ്ഞാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു ഭീഷണിയാണ് ഇവര് മുഴക്കിയത് എന്ന് പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ഈ ലെവലിലോട്ടായത് അവരുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ പാരന്റ്സിന്റെയും അവരുടെ ഫൈറ്റ് കൊണ്ട് അവള് ഈ ഒരു അവസ്ഥയിലെത്തി. ഹസ്ബൻഡിന്റെ ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് കാരണം ഇങ്ങനെ എത്തി. അപ്പം അവർക്കൊന്നും എൻ്റെ ലൈഫിൽ ഒരു നന്മ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ അവകാശമില്ല, അതിന്റെ ഡിസിഷൻ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് കിട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു ക്ലയന്റ് ആണത്. അവർക്കായിട്ട് തന്നെ നിന്നു. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് അവരുടെ അവർക്ക് വേണ്ടി നിൽക്കാനുള്ള കഴിവ്, എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും അവരുടെ മനസ്സിന്റെ ഇത്രയും ഒക്കെ ഇമോഷണലി ബെഡ് റിഡൺ ആയിട്ടും കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിട്ടും അവർ സ്വന്തം ആവശ്യം തിരിച്ചറിയുകയും കാരണം ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെന്ന് തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ, ബിക്കോസ് ദിസ് ഇസ് അബ്നോർമൽ ഫോർ മീ, ദിസ് ഇസ് നോട്ട് നോർമൽ ഫോർ മീ, ലൈക്ക് ഓൾവേസ് ക്രൈങ്, കുളിക്കാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ആഴ്ചകളോളം അതായത് ശരീരം മുഴുവൻ നാറി വല്ലാത്തൊരു നാറ്റമൊക്കെ വരുന്ന സമയത്ത് അവര് പിന്നെ വൈപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി, കുളിക്കാൻ പറ്റാത്ത അവസ്ഥ, നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളും ഉണ്ടെങ്കിലും കുളിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഭക്ഷണം ദാഹിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ കുടിക്കാനോ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ദിസ് ഇസ് നോട്ട് നോർമൽ ഫോർ മീ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് സംതിങ് ഇസ് ഹാപ്പനിങ് വിത്ത് മീ എന്നുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ ആങ്കർ ഔട്ട് ബേസ്റ്റ് കാണിക്കുന്ന ആളല്ല. ഞാൻ ആങ്കർ ഔട്ട് ബേസ്റ്റ് കാണിക്കുമ്പോൾ വളരെ വൃത്തികെട്ട ബാഡ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു. എൻ്റെ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ആങ്കർ ഔട്ട് ബേസ്റ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ ടോപ്പൊക്കെ ഊരി പിച്ച് കീറി വലിച്ചെറിഞ്ഞ് കുറെ അങ്ങ് അട്ടഹസിച്ച് കരഞ്ഞ് ഞാൻ എപ്പോഴും കുഴഞ്ഞു വീഴാറുണ്ട് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് നടത്തി. അതിനുശേഷം ഞാൻ കാം ഡൗൺ ആവും. പക്ഷേ ഇതെന്റെ വസ്ത്രം അടക്കം കീറി വലിച്ചപ്പോൾ ഞാൻ ഏതോ ഒരു സിനിമയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതുപോലത്തെ ഒരു കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വെരി അബ്നോർമൽ. എനിക്ക് എന്നെ തന്നെ ഭയമായി തുടങ്ങി. ഞാൻ അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകളൊക്കെ എഴുതി വെച്ചു, പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ റീഡ് ചെയ്തില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ അയച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ആത്മഹത്യാ കുറിപ്പൊക്കെ എനിക്ക് കാണിച്ചു തരുമൊക്കെ ചെയ്തു. ഇന്ന് അവര് വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൗൺസിലിംഗ് സെഷനോടൊപ്പം സൈക്കോ തെറാപ്പീസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് ബൗണ്ടറീസ് ഇല്ലായിരുന്നു, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനിൽ വന്ന മാറ്റങ്ങൾ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ടുണ്ട്, അതായത് ചിന്താധാരയിൽ ഒരുപാട് മിസ്റ്റേക്സ് കടന്നുകൂടിയിട്ടുണ്ട്. അപ്പം അത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള തെറാപ്പീസിലൂടെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ആദ്യം അവരെ വാലിഡേറ്റ് ചെയ്യും, അക്നോളജ് ചെയ്യുകയും അവരുടെ കഥ കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അത്രയും സെഷൻസ് എടുത്തു, കംപ്ലീറ്റ് റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്
അവർക്ക്. കാരണം അവരുടെ മദർ അവരെ ഗർഭം ധരിച്ച സമയം മുതലേ അവരുടെ മദർ അവര് ഫിസിക്കൽ അബ്യൂസിന് ഹസ്ബൻഡ് അവരെ അടിക്കുകയും ഇടിക്കുകയും ഇതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു തരം കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നതിൽ. പക്ഷെ ഒരുപാട് സൗഹൃദങ്ങളും കാര്യങ്ങളും ഒരുപാട് എഴുത്തും വായനയും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്നെല്ലാം കട്ട് ഓഫ് ആയി ആഫ്റ്റർ ഹർ മാരേജ് എന്നാണ് പറഞ്ഞത്. കാരണം ആരോടും ഒന്നും പറയാൻ പറ്റാത്ത പോലെ, ഇല്ലാത്ത സന്തോഷം പുറത്ത് കാണിക്കേണ്ട പോലെ, അവരുടെ പാരന്റ്സിനെ ഹാപ്പി ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവളിൽ വന്നു. കാരണം കല്യാണം കഴിഞ്ഞാൽ മകള് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളൊരു സന്തോഷം കൊടുക്കുക, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളത്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ലൈഫ് കുറെ ഡയറികളിലും മറ്റുള്ളവടത്തും എഴുതി അങ്ങനെ വെച്ചതിന് ശേഷം പുറത്ത് ചിരിച്ച് നടക്കുമായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. ലൈഫിൽ വലിയ കുറെ പ്രോബ്ലംസ് ഒക്കെ കുട്ടികളാവാത്ത അവസ്ഥ വന്നു. അതിനെപ്പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ സമൂഹത്തിന്റെ പഴികളെല്ലാം ചാരി കേട്ടും അനുഭവിച്ചും മുന്നോട്ട് നീങ്ങിയ ഒരു സ്ത്രീയാണ്. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി സ്വന്തം എല്ലാം ത്യജിച്ചുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റും കൂടിയായിരുന്നു ഇവർ. നമുക്കൊക്കെ അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോയ ഒരു അവസ്ഥയിൽ നിന്നാണ് അവർക്ക് മൂല്യച്യുതിയും സംഭവിക്കാനും തനിക്കൊരാശ്വാസം, മറ്റുള്ളവർക്ക് മാത്രമല്ല എനിക്കും ഒരു ആശ്വാസം വേണം, അപ്പൊ എന്റെ പ്രശ്നങ്ങളും സംസാരിക്കാം എന്നുള്ളിടത്ത് ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയോടത്തൊന്ന് വന്ന ഒരു പിന്നെ മറ്റേ ഓപ്പോസിറ്റ് നിന്ന് വന്ന ഫാമിലി മെമ്പർക്ക് ഇവരോട് ഒരു അടുപ്പം തോന്നുകയും ഇവരോട് അത് എക്സ്പ്രസ് ചെയ്യുകയും ഇവരെ ചേസ് ചെയ്യുകയും ഇവരെ ആ ഒരു ഇമോഷണലി ട്രാപ്പ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത് അതാണ് ഏറ്റവും കൂടുതൽ ഇവരെ അവസാനമായിട്ട് ബ്രേക്ക് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഒരു ഒറ്റ ക്ലയന്റിൽ നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടുള്ള കേസാണ്. ഓരോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ സെക്ഷൽ അസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ കുട്ടികളാവാത്ത അവസ്ഥ. പക്ഷെ എല്ലാം പാടെ കൂടി ഒരു വ്യക്തിയിൽ വരുന്നത് ഇത് വളരെ ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് ഇപ്പോൾ വന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ലൈഫിൽ തിരിച്ചു വരികയും ഓവർകം ചെയ്യുകയും അവരിപ്പോൾ വളരെ സക്സസ്ഫുള്ളി ലൈഫ് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത ഒരു സമയത്ത് അവരുടെ ആ ഒരു സക്സസും അവരുടെ ഇപ്പൊ ലൈഫിൽ ഫ്ലറിഷ്ഡ് ആവുകയും. അപ്പം ഇത് കൗൺസിലിങ്ങിലൂടെയും കൗൺസിലിംഗ് സൈക്കോതെറാപ്പീസ് ഇതൊക്കെ വെറും ഓൺലൈനിലൂടെ മാത്രമാണ് അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്, അവരുടെ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവർക്ക് പക്ഷെ മെഡിക്കേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് ഒരു പിന്നെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അപ്പം അവർ മെഡിക്കലി മെഡിക്കലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പം ഷീ ഓൾസോ ഗീവ് ഓൺലൈൻ കൺസൾട്ടേഷൻ. അപ്പം അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്ത് അവർക്ക് മെഡിക്കേഷൻസ് കൊടുത്ത് പിന്നെ അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ബാലൻസ്ഡ് ലൈഫിലോട്ട് എത്തി. കൗൺസിലിംഗ് സെഷൻസും ഒരുപാട് എടുത്തു. ഇപ്പം വല്ലപ്പോഴും ഒരു ബൂസ്റ്റർ സെഷനോ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് സെഷനായിട്ട് വല്ലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ 3 മന്ത്സിലൊന്ന് അല്ലെങ്കിൽ 2 മന്ത്സിലൊന്ന് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് വരുന്ന ലെവലിൽ. ആദ്യമൊക്കെ കണ്ടിന്യൂസ് സെഷൻസ് വേണ്ടി വന്നിരുന്നു. അപ്പം പറഞ്ഞു വരുന്നത് ഇവരെ പോലെ ഇത്രയും ഒരു ആള് പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിൻ്റെ ഇടയിൽ വേറെ ഒരു സ്റ്റോറി അവരുടെ ലൈഫിനെ ബാധിച്ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ വോക്കഹോളിക് ആയിട്ടുള്ള ഹസ്ബൻഡിനെ ഒരു പിന്നെ അവരുടെ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഒരു അടുപ്പം വരികയും അപ്പൊ അത് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ് ഇവരെ വീണ്ടും ബാധിച്ചു. ഇമോഷണലി അത്രയും ബേൺ ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്തിട്ടും പിന്നീടും അവർക്ക് ഈ ഒരു കഥ കേട്ടപ്പോൾ അതും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ട്രസ്റ്റ് തന്നെ എടുത്തു മാറി. മറ്റേത് അവർക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു എന്ന് പറയുന്നത് തനിക്ക് കിട്ടേണ്ട ഇമോഷൻസ് ഒക്കെ വേറൊരാളോട് എക്സ്പ്രസ് ചെയ്യുന്നതും അത് ഇവരെന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇതും കൂടി അതാ ഞാൻ പറഞ്ഞ എല്ലാം പാടെ കൂടിയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ വരുന്ന ഒരു കേസ് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് പറയേണ്ടി വരും. എല്ലാ പ്രോബ്ലംസും കൂടെ ലൈഫിൽ അനുഭവിച്ച ഒരു വ്യക്തിത്വത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, ഇവര് നേരിട്ട് പോയി എനിക്ക് അവർക്ക് മെഡിക്കേഷൻസ് എടുക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എതിരായിരുന്നു. പക്ഷെ അവര് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, അതായത് ജീവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം, ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇത് ഞാൻ ഇപ്പൊ ശ്വസിക്കുന്നുണ്ടെങ്കിലും ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ നരകിക്കുകയാണ്. അപ്പൊ അതിനെ കൊണ്ട്
ഇനിയിപ്പം അപ്പം അവരുടെ വീട്ടുകാർ അവരോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരന്റ്സ് ആയാലും പിന്നീട് അവരെ സ്വാഭാവികമായിട്ട് ഈ ക്ലയന്റ് അവരെ വിളിക്കാണ്ടിരിക്കാൻ തുടങ്ങി. മാസങ്ങളോളം കണക്ഷൻസ്, ഫോൺ കോള്, പിന്നെ വാട്സപ്പിന് മെസ്സേജ് കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ വന്നപ്പം വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. എന്താണ് നീ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുന്നത്? കാരണം ഷീ വാസ് ലൈക്ക് ടോട്ടലി ബെഡ് റിഡൺ, റൈറ്റ്? അപ്പൊ ആ സമയത്ത് അവൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവൾ ഓരോ എക്സ്ക്യൂസ്, ഞാൻ തിരക്കാണ്, അതാണ്, മറ്റുള്ള പ്രശ്നമാണ് എന്നൊക്കെ അവരോട് പറയുന്നുണ്ടെങ്കിലും ബിക്കോസ് അവർക്കും തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവരെല്ലാം തന്നെ അവളെ ഒരു ശത്രുപക്ഷത്തോ, അവൾക്ക് ഇത്ര തിരക്കായോ എന്നുള്ള രീതിയിലായിരുന്നു അതിനെ. അപ്പൊ കുറെ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുകയാണ് അപ്പൊ വീണ്ടും വീണ്ടും തളരുകയാണ്. അവൾക്ക് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്ലീസിങ് കിട്ടാതെ ആകുമ്പോൾ അവരും ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ അവളെ കുത്തുവാക്കുകൾ പറയണം. അവൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ആരും സമയം കണ്ടെത്തുന്നില്ല. പകരം കുത്തുവാക്കുകൾ മാത്രമാണ്. അവസാനം അവൾക്ക് ഈ കൗൺസിലിംഗ് സെഷനിലൂടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അവൾ ഒന്ന് ഉയർന്നു വന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു. അതായത് ഞാൻ ഇത്തരം ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനി മെഡിക്കേഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവളോട് അവരുടെ പാരന്റ്സ് ആയാലും മറ്റുള്ളവരായാലും പറയുന്നത്, മെഡിക്കേഷൻസ് എടുക്കാൻ പറ്റില്ല, അത് നിന്നെ ആ ലെവലിൽ എത്തിക്കും, നിന്നെ ഒരു മാനസിക രോഗിയാക്കും, അങ്ങനെ പ്രയാസമാക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ തിരിച്ച് കൗൺസിൽ ചെയ്യുക എന്ന് പറയില്ല, ആ ഒരു ലെവലിലോട്ട് എത്തിച്ചു. ഉടനെ തന്നെ നമ്മൾ കൊടുത്തൊരു സപ്പോർട്ടും വാക്കുകൾ കൊണ്ടും അവള് നമ്മളോട് പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് ഇതുവരെ ഞാൻ നരകിച്ചു, ഇനി എനിക്ക് ശരിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് എൻ്റെ തലയിൽ വേണ്ട കെമിക്കൽ സപ്ലൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പാളം തെറ്റി ഓടുന്ന ട്രെയിൻ ആയിരിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കെ മരിക്കാനാവില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്, സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്, അതിൽ എന്തെങ്കിലും പക്ഷെ ഞാൻ ആ സൈഡ് എഫക്റ്റ് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ 2 ദിവസം എനിക്ക് നോർമലായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ ഇത് വന്നോട്ടെ, കാരണം ഞാൻ ഇപ്പോഴേ സൈഡ് എഫക്റ്റിലാണ് ജീവിക്കുന്നത്. ലൈഫ് മുഴുവനും സൈഡ് എഫക്റ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ വറീഡ് അല്ല. അതിനുവേണ്ട പ്രിക്കോഷൻസ് ഒക്കെ ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞു വന്ന ലൈഫുകളിലെല്ലാം തന്നെ എനിക്കുണ്ടായ എഫക്റ്റുകളൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളത്. ഈവൻ അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ചൈൽഡ്ഹുഡ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഒന്നും തന്നെ ഇവള് അവളുടെ പാരന്റ്സിനോടോ ആരോടോ സംസാരിച്ചിട്ടില്ലായിരുന്നു. അതിന്ന് കിട്ടിയ ട്രോമ. കാരണം അവളുടെ വീട്ടിലും പ്രയാസപ്പെട്ട് അനുഭവിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ സെക്ഷലി അസോൾട്ടഡ് ആവുകയാണെന്ന് കേൾക്കുമ്പോൾ അവളുടെ പാരന്റ്സ്, മദർ എസ്പെഷ്യലി പ്രയാസപ്പെടുമെന്നുള്ള ഒരു ഭയം കാരണം അമ്മയെ സന്തോഷിപ്പിക്കുക, ടേക്ക് കെയർ ചെയ്യുക. കാരണം അമ്മ ഓൾറെഡി പ്രയാസപ്പെട്ട് അച്ഛന്റെ അടിയും ചവിട്ടും കുത്തൊക്കെ കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്, ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രയാസം ഒരിക്കൽ പോലും എൻ്റെ അമ്മയ്ക്ക് അറിയരുത് എന്നുള്ള രീതിയിൽ ചെറുപ്പത്തിലെ മെച്ചോർഡ് ബിഹേവിയറിലോട്ട് പോയ ഒരു ടൈപ്പ് ഓഫ് ആളായതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലത്തിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ബേൺ ഔട്ട് പീരീഡ് വരും എന്നുള്ളതിനെ കൊണ്ട് തന്നെ അന്നാണ് ഇതെല്ലാം, ഈ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ബോൾഡായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങുന്നത്. അവളുടെ പ്രശ്നങ്ങളെ അവൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ആരെന്ത് ചിന്തിച്ചാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ലൈഫ് എന്താണെന്ന് അത്യാവശ്യം അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അറിയണമെന്നും ഞാൻ മെഡിക്കേഷൻ എടുക്കുമെന്നുമുള്ള ഒരു ദൃഢനിശ്ചയം അവളിൽ വരികയും അങ്ങനെ അവള് നല്ല രീതിയിൽ അതിനെ കോപ്പറേറ്റ് ചെയ്ത് അവളിപ്പോൾ വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ്. പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ പിന്നെ ഫാമിലി കൗൺസിലിംഗ് അവരെടുക്കുകയുണ്ടായി. ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും വരികയുണ്ടായി. അവർക്ക് രണ്ടുപേർക്കും, ഹസ്ബൻഡിനോടും പറഞ്ഞു കൊടുത്തു പിന്നെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളാണ്, ഇമോഷണലി അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ സേഫ് ആക്കി അവർ രണ്ടുപേരെയും കുറെ അണ്ടർസ്റ്റാൻഡിങ്. എന്നിരുന്നാലും രണ്ട് വ്യക്തിത്വങ്ങളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പാരന്റിങ് സ്റ്റൈലിലും നറിഷ്മെന്റിലും ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. ഒന്നും ഒന്നിനോട് ഓക്കെ ആവാൻ പറ്റില്ല. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബിക്കം മോർ ഹാപ്പിയർ ആൻഡ് ഈസിയർ എന്നുള്ളതാണ്. അപ്പം അവർ മനസ്സിലാക്കി, അവർ സെൽഫ് അവെയർ ആയി, വാട്ട് ഐ എം ഡൂയിങ് ടു മൈ പാർട്ട്ണർ, വാട്ട് ഓൾ ആർ എക്സ്പെക്ടേഷൻസ് എന്നുള്ളത്, ഓപ്പോസിറ്റുള്ള ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് കൂടുതൽ കൗൺസിലിങ്ങിലൂടെ, ഫാമിലി കൺസൾട്ടേഷനിലൂടെ ഒക്കെ കഴിയുകയും ചെയ്ത് അവർ വളരെ ഹാപ്പിയായി മെഡിക്കേഷൻസ് എടുത്തു. മെഡിക്കേഷന്റെ കൊണ്ട് പ്രയാസങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അപ്പം അതിനൊക്കെ നമുക്ക് എന്താണ് അവരുടെ ലൈഫിൽ ഒരു കുഞ്ഞു ഗുളികയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയ
ഒരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ് അല്ലെ. കെമിക്കൽ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സപ്ലിമെന്റ്സ് കൊടുക്കുക എന്നുള്ളത്, അതിന് വേറെ ഒന്നുമില്ല. അപ്പം അത് ബാലൻസ് ചെയ്തതിനു ശേഷം പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഒരിക്കൽ പോലും വെറും ഒരു മെഡിക്കേഷൻ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. അപ്പൊ ഞാൻ ഒരുപാട് വേറെ ക്ലയൻസിനെ കാണാം, അവർ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വെറും മെഡിക്കേഷൻ കഴിക്കുക, അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് മെഡിക്കേഷൻ പ്ലസ് കൗൺസിലിംഗ്. ഇനി മെഡിക്കേഷൻ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വെറും കൗൺസിലിങ്ങിലൂടെ മാത്രം, കൗൺസിലിംഗും സൈക്കോതെറാപ്പീസിലൂടെയും കുറച്ച് ടൈം എടുത്താലും പുറത്ത് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെഡിക്കേഷനിലൂടെ പോയേ പറ്റൂ. എത്ര സെഷൻസ് എടുത്തിട്ടും വലിയൊരു മാറ്റമൊന്നുമില്ലെങ്കിൽ ദെൻ വി വിൽ ഗോ ഫോർ മെഡിക്കേഷൻ. ആൻഡ് അങ്ങനെയാണ് അതിന്റെ കാര്യം. പക്ഷെ എന്തായാലും കൗൺസിലിങ്ങും സൈക്കോതെറാപ്പീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്രമേ ഉള്ളൂ. മെഡിക്കേഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ സിംറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവർ നിങ്ങളുടെ കഥകളോ പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും കേൾക്കാൻ ഡോക്ടേഴ്സിന് സമയം ഉണ്ടാവില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഫിസിക്കൽ സിംറ്റംസ് നോക്കുന്നു, പ്രിസ്ക്രൈബ് ചെയ്യുന്നു. കൗൺസിലിങ്ങിലൂടെയാണ് അവർ മണിക്കൂറുകൾ എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ കേസ് ഹിസ്റ്ററി നോക്കുന്നതും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുന്നതും. അതിലൂടെയാണ് നിങ്ങൾക്ക് വന്ന കോഗ്നിറ്റീവ് പ്രശ്നങ്ങളും നിങ്ങളുടെ കോർ ബിലീഫ്സും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്നത് കൗൺസിലേഴ്സും സൈക്കോതെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആണ്. അപ്പം അതിന് നിങ്ങൾ വില്ലിംഗ് ആയിട്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ. അപ്പൊ ഈ ക്ലയന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. എഴഞ്ഞു നീങ്ങിയാലും മുട്ടില് ഉരുണ്ട് നീങ്ങിയാലും ബെഡിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഞാൻ കൗൺസിലിംഗ് റൂമിലോട്ട് എത്തും ഓൺലൈനിലൂടെ എന്നുള്ള ഡിറ്റർമിനേഷൻ. വേണ്ടി വന്നാൽ ഞാൻ മരുന്ന് കുടിക്കുകയും ഇങ്ങനെ മരിച്ചു ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്ത് സൈഡ് എഫക്ട്സ് എന്നിൽ വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിനെക്കാട്ടും ഭേദമാണ്. അത് എനിക്കൊരു സൈഡ് എഫക്റ്റ് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയതെന്നെങ്കിലും എനിക്ക് ആശ്വസിക്കാൻ കഴിയും. അപ്പം അതിനെ കൊണ്ട് ഐ എം റെഡി ടു ടേക്ക് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലയന്റിനെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ളത്. അപ്പം അതിലും അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കൗൺസിലിങ്ങിന് കുറച്ച് കാശൊക്കെ വേണ്ടി വരും. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനോടൊന്നും വാല്യൂ ഉണ്ടാവില്ല. അപ്പം ദേ വർ റെഡി ടു പുട്ട് ദാറ്റ് ഫിനാൻഷ്യൽ. അവരെന്നെ അതെല്ലാത്തിനും മറുപടിയായിട്ട് വന്നത്. അതായത് പഠിക്കാൻ ഞാൻ ഒരുപാട് ടൈം ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് പോകാനും അതിനും ഇതിനൊക്കെ കാശ് ഞാൻ ഫിനാൻഷ്യൽ എന്തായാലും എഡ്യൂക്കേഷനിൽ വരും. അപ്പൊ ഇത് എന്റെ ഗ്രോത്തിന് വേണ്ടിയാണ്, എന്റെ വെൽബീയിങ്ങിന് വേണ്ടി. അപ്പൊ ഇതും ഞാൻ അതുപോലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവര് തന്നെ ഒരു ദൃഢനിശ്ചയത്തിലോട്ട് വരികയും ആ ഒരു മെന്റൽ സ്ട്രെങ്ത്, അത് വളരെ അത്ഭുതപ്പെടുത്തി. ഇത്രയും അനുഭവിച്ചിട്ടും അവരുടെ ആ മെന്റൽ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ആ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്നാൽ നിങ്ങളുടെ ലൈഫിന് മാറാവുന്നതേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അത് ലൈഫിൽ ചെറുതായാലും ചെറിയ പ്രശ്നങ്ങളെ ചെറുതായി തന്നെ ഡീൽ ചെയ്യാൻ നോക്കുക. അത് വലുതാവാൻ കുന്നോളം ആവാൻ കാത്തിരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ട കുഞ്ഞു കുഞ്ഞു റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. ഓൾറെഡി വലുതായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വൈകിക്കാണ്ട് നിങ്ങൾ അതിനു വേണ്ട കൗൺസിലിംഗ് അപ്പോയിന്റ്മെന്റ് എടുക്കുക. കൗൺസിലും സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ആരും ആയാലും വേണ്ടില്ല, നിങ്ങൾ സഹായം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം നിങ്ങളിലോട്ട്. അത് സ്വീകരിക്കണ്ടേ, നരകിച്ച് ജീവിക്കണോ, എനിക്ക് വേണ്ടി ഞാൻ തന്നെ നിൽക്കണോ, അതോ നാട്ടുകാരെ പ്ലീസ് ചെയ്യണോ, വീട്ടുകാരെ പ്ലീസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം ഇൻ എ നട്ട്ഷെൽ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് നിങ്ങളുടെ വെൽബീയിങ് നിങ്ങളുടെ കയ്യിലാണ്, മറ്റാരുടെയും കയ്യിലല്ല. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും അതിജീവിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ക്ലയന്റിലൂടെ മുന്നോട്ട് വെക്കാനുള്ള. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലായിരുന്നു, പക്ഷെ അവർ വാശി പിടിച്ചത് ഒരു നമ്മളെല്ലാവരും അറിയാം, എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചവരാണ് ഇല്ലേ. ഇപ്പം അവര് ഒരു കൗൺസിലിംഗ് സെഷനിൽ എന്നോട് പറഞ്ഞു, ഇനി ഇൻ കേസ് എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യില്ല, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുകയാണ്, എന്റെ പാരന്റ്സ് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഞാൻ ചിലപ്പം ഒരു ഫണ്ട് റേസ് ചെയ്യും എന്റെ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരുപാട് ഫണ്ടുകൾ ഞാൻ ഒരുപാട് പേർക്ക് എന്താ പറയാ
ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് റേസിങ്, മെഡിക്കൽ ഹെൽപ്പ്, സർജറിക്ക് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഞാൻ അതിന് പോലും ഡിറ്റർമൈൻഡ് ആണ്. ഇഫ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഗീവ് മീ ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ മൈ മെന്റൽ ഹെൽത്ത്, ദെൻ ഐ എം ഗോയിങ് ടു റേസ് ഫണ്ട്സ് ഫോർ മീ യൂസിങ് മൈ മൊബൈൽ. എൻ്റെ വിരലുകൾ ചലിക്കുന്നു, അതുപോലെ തന്നെ എനിക്കൊരു ഫോണുണ്ട്. ഇത് വെച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞാൻ കണ്ടെത്തിയിട്ടാണെങ്കിലും വേണ്ടിയില്ല ഞാൻ ഈ സെഷന് വരും എന്ന് തീരുമാനമെടുത്ത്. കാരണം ഷീ നോസ് ദാറ്റ് എന്താണ് ഇത്, സംതിങ് അബ്നോർമൽ, ദിസ് ഇസ് നോട്ട് നോർമൽ. ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ഇങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരാളല്ല. എങ്ങനെ ഞാൻ ഇതിൽ പെട്ടു, എന്താണ് എനിക്ക് സംഭവം, എന്തിനാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് സ്വയം നാറിയിട്ടും കുളിക്കാൻ പറ്റാത്തത്, വളരെ വൃത്തികെട്ട സ്മെല്ല് വന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ, അതുപോലെ തന്നെ കുറെ വെയിറ്റ് ലൂസായിട്ട് വന്നു, അതായത് വെയിറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് ഈറ്റിംഗ് ക്രേവിങ്സ് വരുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ അതിന്റെ മുന്നോടി എത്തിയിരുന്നു. പിന്നീട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി കട്ടിങ് ഓഫ് ഫ്രം ദ സോഷ്യൽ പ്ലാറ്റ്ഫോംസ്, എല്ലാത്തിനും അകന്ന് നിൽക്കുന്ന ഒരു ലൈഫ്. ഇറ്റ് വാസ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും അത്രയും ഒരുപാട് സെഷൻസിന്റെ ഒരു കേസ് ഹിസ്റ്ററിയാണ് ഇവിടെ ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. മിജോ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതെല്ലാം കൂടി ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവരാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലയന്റ്, എല്ലാ കേസ് സ്റ്റോറീസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ക്ലയന്റ്, എല്ലാത്തിൻ്റെയും ഒരു എൻസൈക്ലോപീഡിയ പോലെ എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു ക്ലയന്റിന്റെ ഡിറ്റർമിനേഷൻ കാരണം അവർ അതിജീവിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് അവർ ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടിയാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പം ആ ക്ലയന്റും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. And I always tell her like your life is really an inspiration and motivation for others എന്ന് പറയാറുണ്ട്. അപ്പം ഇത് കേട്ട് ആർക്കെങ്കിലും സ്വയം നരകിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കുകയും അവർക്ക് പ്രതീക്ഷയുണ്ട്. ബട്ട് ജസ്റ്റ് യു നീഡ് ടു ബി കൺസിസ്റ്റന്റ്. ഒരു സെഷന് വന്നിട്ട് 10 ആഴ്ചകളിലെ സെഷന് വരാതിരിക്കുക എന്നുള്ള തീരുമാനത്തിലുള്ള ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഞാൻ പലർക്കും ഫ്രീ ആയിട്ട് സെഷൻസ് കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് പറഞ്ഞ ആൾക്കാർക്ക്. പക്ഷെ അവരിലും ഞാൻ കണ്ടൊരു പ്രവണത എന്താണ്, ആ ഫ്രീ ആയതുകൊണ്ട് തന്നെ അതിനോട് വാല്യൂ ഇല്ലാത്തത് കൊണ്ടും അവരെന്ത് ചെയ്യും, അവര് മറന്നു പോവുകയാണ് അല്ലേ. കാരണം എന്താണ്, അതുകൊണ്ട് തന്നെ ഫ്രീ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മളിപ്പം കൊടുക്കാറില്ല എന്നുള്ളതാണ്. കാരണം 10 രൂപ ഇട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ നമുക്ക് ശരിയാക്കാം. ജെനുവിൻലി അവരെ പ്രൂവ് ചെയ്യാണ് അവരെ ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആണ് എന്നുള്ള പ്രൂവ് ചെയ്താൽ കുറച്ച് റിഡക്ഷൻ കൊടുക്കാമെന്നല്ലാണ്ട് അവര് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനം ഞാൻ നിർത്തി നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്നതിനോടൊന്നും വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. അവർ മറക്കുന്നു, നമ്മൾ അവരെ കാത്തിരിക്കുന്നു. അത്രയ്ക്കും ലെവലിലോട്ടൊക്കെ കാര്യങ്ങൾ പോയ അവസ്ഥകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സഹായം എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ കൈവിരലുകൾക്ക് മുന്നിൽ തന്നെയുണ്ട്. എനിക്ക് സഹായമില്ല, കിട്ടാനില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസസ് ഒന്നും വാലിഡ് അല്ല. Just you need determination, consistency, and that's it. ആ ഒരു കിടന്നുകൊണ്ടായാലും പുതപ്പിന്റെ ഉള്ളിൽ എത്രയോ ക്ലയൻസ് ഉണ്ട്, അവർക്ക് ഡിപ്രഷൻ കാരണം എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ ഒരു മൊബൈൽ സ്ക്രീനിൽ അവരുടെ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പല്ല് തേക്കാതെയോ ചായ കുടിക്കാണ്ടോ എണീറ്റ് വന്ന ഉറക്കത്തിന്റെ പിച്ച് പോലും മാറാത്ത ആൾക്കാർ നമ്മളുടെ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമിൽ വരും. അത്രയും ഫ്ലെക്സിബിൾ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് വേണം എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ നരകിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ് മെജോറിറ്റി എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ്, try to take an appointment with anyone, not only with us but anyone, സഹായം തേടുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ്. പിന്നീട് മറ്റുള്ളവർക്ക് സംശയമുള്ളത് ഓൺലൈൻ കൗൺസിലിംഗ് സ്യൂട്ടബിൾ ആണോ, അതിന് ഏറ്റവും വലിയൊരു കേസ് ഹിസ്റ്ററിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇതിലും വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററി എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഇതാണ് ഏറ്റവും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് എല്ലാ പ്രോബ്ലംസും കൂടിയുള്ള ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റംസ് ഉള്ള ഒരു കേസ് ഹിസ്റ്ററിയാണ് ഇവിടെ
പറഞ്ഞത്. ഓക്കെ, സോ മെഡിക്കേഷൻ പ്ലസ് കൗൺസിലിംഗ് പ്ലസ് psychotherapies will give you a good result if you are determined and consistent. Okay, thank you. Have a very good day.